ഒരു വട്ടം ചെയ്ത് പൂതി തീർന്നാൽ പിന്നെ അതിന് വരില്ല. അവിടെ കണ്ടോ ഭയങ്കര ഡീപ്പാ, ഒരു കയ്യുത്തി കയറണം ശരിക്കും. 4 മണിക്ക് എണീറ്റ് ഞങ്ങൾ സബ്മിറ്റ് ട്രക്കിന് വേണ്ടി പോകട്ടോ. നല്ല തപ്പം -10 കാണുന്ന വെതർ. ഇപ്പോൾ നല്ല നിലാവുള്ളതുകൊണ്ട് സെറ്റാണ്. ടോർച്ചുണ്ട്, ഹെഡ് ടോർച്ച് നിർബന്ധമായിട്ട് എന്ത് ട്രക്കിനൊക്കെ പോകുമ്പോൾ. പലയിടത്തും ടോർച്ചില്ല, ചിലത് ബാറ്ററി തീർന്ന് നോക്കുക, അങ്ങനെയൊക്കെയാണ്. ഹെഡ് ലാമ്പൊക്കെ വെച്ച് ട്രക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ടോപ്പിലെത്തി. ഇപ്പോൾ മോർണിംഗ് ഏകദേശം കയറാനുള്ള 2 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞ്. നല്ല ക്ലൈമ്പാണ്, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. സ്ലോലി നമ്മൾ ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 7 മണി 6:45 ഉള്ളിലാണ് സൺറൈസ്, ബ്രഹ്മതാൽ സൺറൈസ് ടോപ്പ് പോയിന്റിൽ. അവിടേക്ക് അപ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടൈം എത്രയെന്ന് അറിയില്ല, വാച്ച് നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ബട്ട് ഇറ്റ് ലോസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ അതൊക്കെ. പക്ഷേ ഒരു വട്ടം ചെയ്ത് പൂതി തീർന്നാൽ പിന്നെ അതിന് വരില്ല. തണുപ്പ് സഹിക്കാം, അത് ചൂട് എങ്ങനെ നമുക്ക് സഹിക്കാം. പക്ഷെ തണുപ്പ് നോ രക്ഷ. അല്ലാ വിഷയമാണ്. ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് കണ്ടോ നമ്മൾ ആ താഴത്തുനിന്ന് വന്നേട്ടോ. ആ ലേറ്റൊക്കെ കണ്ടോ, ഇനി കുറച്ച് അത്ര താഴത്തല്ല, ക്യാമ്പ് സൈറ്റ് കുറച്ച് താഴത്തായിരുന്നു. ഈ സ്നോ മൗണ്ടൻ ഇങ്ങനെ കയറി ഇതിൻ്റെ ടോപ്പിൽ അങ്ങോട്ട് എത്തണം. അവിടെ കണ്ടോ ഭയങ്കര ഡീപ്പാ, ഒരു കയ്യുത്തി കയറണം ശരിക്കും. ലഗേജൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കയറാൻ കുറച്ച് പാടായിരിക്കും. ഈ താഴത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത്. കുറച്ച് ആൾക്കാരവിടെ കാണുന്നുണ്ട്. അതായത് അവിടുന്ന് കയറി ഭയങ്കര ഡീപ്പ് കയറ്റാം. ഇതാ സൺറൈസ് ഒരു വരാനായി. ഏകദേശം ഞങ്ങൾ ടോപ്പിലെത്തി. ഇനി 500 മീറ്റർ കണ്ടുള്ളൂ. അത് നല്ല കുത്തനുള്ള കയറ്റാട്ടോ. man, this is crazy. ഇത്രയും കയറി വന്നിട്ട് ടോപ്പിലെ വ്യൂ കണ്ടോ. സൺറൈസ് ഇതാ ആ മലേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനിയും കയറാണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു അടിപൊളി വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ. ഫൈനലി വി റീച്ച്ഡ് ബ്രഹ്മതാൽ വ്യൂ പോയിന്റ്. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ. കറക്റ്റ് സൺറൈസ് ടൈമാണ്. ടൈം 6:49. കഷ്ടപ്പെട്ട് വന്നാൽ എന്താ കിട്ടലും വ്യൂ കിട്ടില്ലേ. സൂര്യൻ ഉദിച്ചു. ഞാൻ ഇവള് കയറില്ലെന്ന് വിചാരിച്ചു, ഇവിടെ കയറി കേട്ടോ. സെറ്റ്. ഇവിടെ ഇന്ത്യൻ്റെ കൊടി, എല്ലാവരും സൺറൈസ് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം. ഇല്ല, ബ്രഹ്മതാൽ ട്രക്ക് ഫിനിഷ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇവള് കേരള വിചാരിച്ചു. ഇവിടെ കയറിട്ടോ. അടിച്ചാ യെസ്, ഇവിടെ കയറി സെറ്റായി. 12,500 ഇതിൻ്റെ ഹൈറ്റ്. നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ നൈറ്റല്ല, മോർണിംഗ് എത്തിയപ്പോൾ ഏകദേശം -13 -13 കേട്ടോ. -13 ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായി. ഇപ്പം വെയിൽ വന്നപ്പോഴാണ് ഒന്ന് സെറ്റായത്. ഇപ്പോൾ ഒരു 8 മാറിയിട്ടുണ്ടാവും. എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ബ്രഹ്മതാൽ ട്രക്ക് ഫിനിഷ് ചെയ്തു, അൽഹംദുലില്ലാ. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് മൗണ്ടൻസ് ഉത്തരാഖണ്ഡിലുണ്ട്. ബിഗിനേഴ്സിന് ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട്. കേദാർനാഥിനാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ട്രക്ക് ബ്രഹ്മതാലാണ്. എന്താണെന്ന് വെച്ചാൽ വരുന്ന വ്യൂ ആണെങ്കിലും അധികം ക്രൗഡ് ഇല്ലാത്ത ഏരിയ ആണ്, സെറ്റാണ്. അങ്ങനെ ബ്രഹ്മതാൽ ട്രക്ക് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ റിട്ടേൺ പോവാണ്. ഇനി നേരെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് പോകണം. ഒറ്റ സ്ട്രെച്ചിൽ താഴോട്ട് ഇറങ്ങുകയാണ്. ട്രക്ക് ചെയ്തതാ ആ മലേൻ്റെ മുകളിൽ ഞങ്ങൾ വിളിച്ച്. ഇതിൻ്റെ ഒരു
അടിപൊളി ട്രയൽ എന്ന് പറയാം. രണ്ട് സൈഡിലും നല്ല മഞ്ഞും പിന്നെ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ കേട്ടോ. രണ്ട് സൈഡിലും നല്ല സ്ലോപ്പുള്ള ഏരിയ ആണ്. നോക്കി ട്രെക്ക് ചെയ്തില്ലെങ്കിൽ പണി പാളും. ചിലപ്പം തോന്നും ഈ തണുപ്പൊക്കെ സഹിച്ച് രാത്രി 2 കിടക്കുമ്പോൾ എന്തിൻ്റെ കുത്തിക്കയപ്പായിരുന്നു. പക്ഷേ ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ. മുകളിലെത്തിയിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഇന്ത്യൻ ട്രക്കിങ്ങിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. ഇതിലും നല്ല ട്രയൽ റൂട്ടുകളുണ്ടാവും, ഓരോ ഏരിയയ്ക്ക് ഓരോ രസങ്ങളുണ്ടാവും. ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ട്രയൽസാണ്, നല്ല വ്യൂ ഉണ്ട്. അതായത് പക്കാ ഒരു മൗണ്ടൈൻ ട്രക്ക് ഫീൽ കിട്ടുന്ന ഒരു ട്രയല്. ഈ കണ്ട ട്രയലുണ്ടാവും, ട്രയലല്ല ഞാൻ ഇങ്ങനെ നടന്നതാണല്ലേ, ഭയങ്കര രസമുണ്ട്. ഫുൾ സ്നോ കൂടെ ഇങ്ങനെ നടക്കാൻ. സംഭവം സ്നോ കാണാൻ രസമാണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പണിയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ചൂട് നമുക്ക് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാം, പക്ഷേ സ്നോ അങ്ങനെയല്ല. ഈസ് ഹെവി റിസ്ക്കാന്ന് പറയാം. പ്രോപ്പർ ഗിയറും പ്രോപ്പർ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷയമാണ്. ഈ റൂട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം റീസൺ എന്താണെന്ന് വെച്ചാൽ ടെൻറ്റിൽ ഒരു ടോർച്ച് ഞാൻ മറന്നു വെച്ചു താഴെ ക്യാമ്പ് സൈഡിൽ. നമ്മുടെ താഴോട്ട് പോകുന്ന റൂട്ടാണ്, ബട്ട് ഡൗൺ ട്രക്കിങ് ഈസി റൂട്ടുകളാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. ഇത് ഈസിയാണെന്ന് ചോദിച്ചാൽ വന്ന അതേ റൂട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ റൂട്ടുകളിൽ പരിചയമില്ലാത്തവർ പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, റിസ്ക് എടുക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടണം. ഇതിലിപ്പോൾ നമ്മൾ മാത്രമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വിടാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈഡ് ഞങ്ങൾ ഓൾറെഡി മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ട്രക്കിംഗ് ട്രയൽ മാപ്പ്. അപ്പോൾ ആ മാപ്പ് ത്രൂ ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് വഴി തെറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ വന്ന റൂട്ട് ഏകദേശം ഒരു ഐഡിയ എനിക്കുള്ളത് കൊണ്ടും ആ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ ട്രെക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വിലപിടിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ വിട്ട് കളയാൻ നല്ലേ. ഇത് സൈക്ലിങ്ങിൻ്റെ ടോർച്ചായിരുന്നു, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഏകദേശം 1,800 റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ക്യാമ്പ് സൈറ്റ് ത്രൂ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഇതാണ് ട്രക്കിംഗ് ട്രയൽ. വാഹ്. This one, which mountain? Nanda Gumti. Nanda Gumti. This one? Yes, Mount Trishul. Mount Trishul? Second, Yeah. Kartika Ganesh. ഇതിൻ്റെ ബാക്കിലുള്ള കാണുന്നതാണ് കാർത്തിക ഗണേഷ്. Yes. Yeah, okay. Yeah, it's either side, Megthuli, Mirgithoni. Mirgithoni. Yes, or Nilkant. Nilkant. Okay. Kamet. Kamet. Okay. अच्छा. सरस्वती पीक है. सरस्वती पीक है. Yes. ये साइड है? ये साइड, उसी साइड, समिट से दिखा होगा आपको. ഓക്കെ. ട്രക്ക് ചെയ്യുന്ന ടൈമിൽ ക്ലൈംബൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്റ്റിക്ക് എങ്ങനെ പിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആംഗിളിൽ സ്റ്റിക്ക് പിടിക്കുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആളുകളൊക്കെ പോകാറ് ഇങ്ങനെയാണ്, ഇത് ആദ്യം സ്റ്റിക്ക് മുന്നിൽ കുത്തും, പിന്നെ ബോഡി വരും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ആ സ്റ്റിക്ക് എടുത്ത് നടക്കുന്നത് വെറുതെയാണ്, സ്റ്റിക്കിൻ്റെ ഭാരം കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. അപ്പം ട്രെക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ക്ലൈംബൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കയറുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്ലൈംബൊക്കെ ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ബോഡി എഫേർട്ട് എടുക്കും വേണ്ട, സ്ലോലി മൂവ്മെൻറ്റ്സ് കൂടുകയും ചെയ്യും, ടയേർഡ് ആവില്ല. അപ്പം ട്രക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോർമൽ 2-3 ഡേയ്സൊക്കെ ആണെങ്കിൽ ഒരു ട്രക്ക് പോളൊക്കെ ഓക്കെയാണ്. ഇനി അതിൽ കൂടുതൽ ഡേയ്സൊക്കെ ഉണ്ടെങ്കിൽ 2 ട്രക്ക് പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. വർക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ പോകേണ്ടി വന്ന് എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മൾ ക്യാമ്പ് സൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ വാഷ്റൂം ടെൻ്റ് അവൈലബിൾ ആയിരിക്കും. അവിടെ വാഷിംഗ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കയറുക, കാര്യം സാധിക്കുക. ടിഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂനോട് തുടക്കുക, അതാണ് ഓപ്ഷൻ. ഇപ്പോൾ ട്രക്കിംഗ് റൂട്ടിൽ എന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റ് ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഈ കാണുന്ന കാർഡ്
ബ്രഹ്മത്താൾ ട്രക്കിംഗ് റൂട്ടിലെ ആകെ 1-2 ഇതുപോലെയുള്ള വാട്ടർ ക്രോസിംഗ് ഉള്ളു കേട്ടോ. അത് ചെറുത് ഒന്നുമില്ല, നമുക്ക് ഷൂ കഴുകാനോ ഇല്ല വെള്ളം ഇതാക്കാനൊക്കെ എടുക്കാം. നല്ല പ്യുവർ വെള്ളമാണ്, അതുകൊണ്ട് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ പോകുമ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുകളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും, മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. ഇപ്പം മഞ്ഞൊരുകിയ വെള്ളം ഉണ്ടാവാം. ഇപ്പം മിക്കവാറും മഞ്ഞൊരുകിയ വെള്ളമൊക്കെ ആവാനാണ് ചാൻസ്, മഴ ഒന്നുമില്ലല്ലോ. ഫൈനലി വി റീച്ച്ഡ്. ഇന്ന് മോർണിംഗ് 4:30 തുടങ്ങിയ ട്രക്കാട്ടോ. ഇപ്പം കറക്റ്റ് 4:30, ഏകദേശം 12 മണിക്കൂർ ട്രക്ക്. ഡൗൺ ട്രക്കായിട്ട് കുഴപ്പമില്ല. 12 മണിക്കൂർ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്നൊരു 16 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങളിതാ ഹോം സ്റ്റേയിലെത്തി, ഒന്ന് ഫ്രഷായി. നല്ല ചുടുവെള്ളം ഉണ്ടായിരുന്നു. ഈവനിങ് ഇവിടെ സൺസെറ്റ് ടൈമാണ്. ഞങ്ങൾ ട്രക്കിങ്ങിന് വന്ന ടൈം രാത്രി ആയതുകൊണ്ട് ഈ വില്ലേജ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് വില്ലേജ്, ചമോലി വില്ലേജ്. ചമോലി വില്ലേജിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലൊക്കേഷൻ്റെ പേര് വരുന്നത് ലോഹ്കുണ്ട്. ഇവിടെ ഒരുപാട് റെൻ്റൽ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ റെൻ്റൽ ഷോപ്പുകളാണ്. ഇത് റെൻ്റൽ ഷോപ്പാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനുള്ള റെൻ്റൽ ഷോപ്പ് ഞാൻ ഇവിടെ കണ്ടതാ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഷൂ ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ജാക്കറ്റ്സ് കളക്ഷൻ ഉണ്ട് ഇവിടെ. റെൻ്റിലെടുക്കുന്നവരൊക്കെ ജസ്റ്റ് ഔട്ട് സൈഡും കൂടി ചെക്ക് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. ഇവിടെയൊക്കെ കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. വില്ലേജിൽ അവരെ ജംഗ്ഷനുണ്ട്, ജംഗ്ഷനിൽ അവർ ഓരോ ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മത്താൾ ട്രക്ക്, ഭാഗ്യാളോ വേറെന്താ ഇത്, ബാഗ്ജി കേട്ടോ, അജൻ ടോപ്പ്. ചെറിയ ചെറിയ ഹൈക്കിംഗ് ആണ്. പിന്നെ ടെമ്പിൾ ഉണ്ട്. ലോങ്ജുങ് ആണ് ഇത് ലൊക്കേഷൻ വരുന്നത്. കുറിപ്പാസ് ട്രക്ക് ഇവിടെ ആണ് വരുന്നത്. കുറിപ്പാസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. മണൽ ടോപ്പ് 12,000. പിന്നെ ഇതാ ഒരുപാട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏരിയ ആണ് ആക്ച്വലി ഇത്. ഇഷ്ടം പോലെ ലോക്കൽസ് ഇതവിടെ നൈസായിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട്, ലോക്കൽസ് എല്ലാം ഇവിടുത്തെ ആളുകളെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു ബോർഡുണ്ട്, സെൻട്രൽ ലോങ്ജുങ് ടൂറിസ്റ്റ് രജിസ്ട്രേഷൻ. ടൂറിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മേ ബി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പോകുന്ന കമ്പനിയാണ് കൂടുതൽ ചെയ്യാറ്. അവർ ചെയ്യുമെന്ന് പറയും, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല. അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് കുറേ ഏരിയ ട്രക്കൊക്കെ വരുന്നത് ഇവിടെ. ചെറിയ ഒരു വില്ലേജ് കേട്ടോ. കുറച്ച് ഷോപ്പുകളും ഒക്കെ ഉള്ള ചെറിയ ഹോട്ടൽസും ചെറിയ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും റെൻ്റൽസും ഒക്കെ ഉള്ള ചെറിയൊരു വില്ലേജ്. പക്ഷേ കൊള്ളാം, അധികം ക്രൗഡില്ല, സമാധാനം. ശരിക്കും എൻ്റെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ, ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഇങ്ങനെ ട്രക്ക് വരാണെങ്കിലും 2-3 ഡേയ്സൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നമുക്കൊന്നും ഇപ്പോൾ നിലവിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വൈഫാണ് വന്നത്, വൈഫിന് ലീവിൻ്റെ ഇഷ്യൂ. ഞാനാണെങ്കിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വർക്ക് ഒരുപാട് ഡേയ്സ് ലീവ് എടുക്കാൻ പറ്റാത്ത വിഷയം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഒന്ന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ടാ. ഒരു ചായയും ഒരു എഗ് മാഗിയും പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല രാവിലെ. ഇന്ന് ശരിക്കും ഒന്നും കഴിച്ചില്ല. ട്രക്കിങ് രാവിലെ 4:00 സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പാക്കറ്റ് ലഞ്ച് കിട്ടി. അതായത് അവില് എന്തോ മിക്സ് ചെയ്തൊരു സംഭവം, പേര് അറിയില്ല. അതും ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു, അതും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ മോർണിംഗ് മാഗി ഉണ്ടായിരുന്നു. അത് 4 മണിക്ക് തണുപ്പത്തൊന്നും മാഗി തിന്നാളൊരു മൂഡില്ലായിരുന്നു. ഞാൻ തിന്നില്ല. പക്ഷേ വേറെ വന്ന ഗസ്റ്റുകളൊക്കെ ഏകദേശം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ചു, ജസ്റ്റ് ബിസ്ക്കറ്റ് മാത്രം കഴിച്ചോളൂ. ഇപ്പോൾ വന്നിട്ടാണ് എന്തെങ്കിലും കഴിക്കണേ. ഇനി രാത്രി ഡിന്നർ ഉണ്ട്, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഡിന്നർ റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ തണുപ്പായോണ്ടാന്ന് തോന്നുന്നു അധികം വിശപ്പൊന്നും ഫീൽ ചെയ്യാറ്. എന്തായാലും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് നോക്കട്ടെ. നോൺ വെജും കിട്ടും, നോൺ വെജ് ചിക്കൻ ഐറ്റംസൊക്കെ കിട്ടും. ഇതൊരു റെസ്റ്റോറൻറ്റ് തോന്നില്ല, ഒരു താഴെ ഇങ്ങനെ ഒരു ഷോപ്പ്, മുകളിൽ റെസ്റ്റോറൻറ്റ്.
അവിടെ എന്തൊക്കെയോ ടിക്ക അതൊക്കെ ഉണ്ട്, ചിക്കൻ ടിക്ക, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടും. പിന്നെ ഉള്ളത് പൊറോട്ട ഉണ്ടാവില്ല, റൊട്ടി എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നോൺ വെജ് ആവശ്യമുള്ളവർക്കും ഇവിടുന്ന് ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം തണുപ്പായി, രാത്രി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പായി. അറക്കണ വെയിലാണെങ്കിലോ ഉച്ചക്ക് നല്ല കട്ട വെയിലും. ഇവിടുത്തെ നായ കേട്ടോ, ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ നായ്കൾക്ക് നല്ല രോമം ഉണ്ടാവും. എന്നിട്ട് ഈ തണുപ്പുള്ള ഏരിയ ഉണ്ട്, പെട്ടെന്ന് വലുതാവും ചെയ്യും ഇവർ. അത്യാവശ്യം വലുപ്പം ഉണ്ടാവും കേട്ടോ ഇത് വലുതായി കഴിഞ്ഞാൽ. ഞങ്ങളിതാ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് വണ്ടിയിൽ കയറാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. അങ്ങനെ ബ്രഹ്മത്താലിൻ്റെ ബേസ് വില്ലേജിൽ നിന്ന് നമ്മൾ ബൈ പറയാണ്. ഇതായാലും നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ് റൂം. ലോങ്ജും. ഈ ലൊക്കേഷൻ്റെ പേര് ചമ്മോലി. നമ്മുടെ വണ്ടി ഇതാ ബാഗ് കെട്ടി എല്ലാവരും റെഡിയായി കയറാൻ നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നേരെ ഋഷികേശിലോട്ടുള്ള യാത്രയിലാണ്. രാത്രി ആയതുകൊണ്ട് വരുന്ന ടൈമിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ് നമ്മൾ വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ മൊത്തം താഴ്ചയാണ്, ലോങ് വ്യൂ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം യാത്ര വിൻഡോ സീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 120 കിലോമീറ്റർ ആയപ്പോൾ റോഡ് ബ്ലോക്ക്. റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവിടെ. സാധാരണ ഈ മൺസൂൺ ടൈമുകളിലൊക്കെ ഇവിടെ ഇതുപോലെ റോഡ് ഇടിച്ചിലും കാരണമൊക്കെ മൂലം ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം റോഡ് മണ്ണ് ഓൾറെഡി ഇടിഞ്ഞത് അതോ ഇനി ഇടിച്ചിട്ട് ലെവൽ ചെയ്യാനാണെന്ന് തോന്നുന്നു. ഹിറ്റാച്ച് മുകളിലുണ്ട്, മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ ബ്ലോക്കായിട്ട്. എത്ര നേരം എടുക്കുമെന്ന് നോ ഐഡിയ. ഡെൻസിൽ ആകുമ്പം എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെയുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ട്രെയിനോ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാനും ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ. ഇവിടെ ആണെങ്കിൽ നല്ല താഴ്ചയുള്ള ഏരിയ കേട്ടോ. ഇതെന്താ പരിപാടി? എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ട്രക്ക് ചെയ്തിട്ട്. അപ്പോൾ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് മണ്ണ് വീഴുന്നുണ്ട്, ബ്ലോക്ക് ആക്കിയതാണ്. അപ്പോൾ വെറുതെ നമ്മളെന്താക്കുന്നത് ഇവിടെ പുഴ തന്നുണ്ടോ നല്ല ഒരു എന്റർടൈൻമെന്റ് സംഭവം അറിയാൻ തുടങ്ങിയത്. ഇതാ വെള്ളത്തിലേക്ക് എത്തിക്കാം. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഏറ് പോകുന്നില്ല, എത്തുന്നില്ല. അപ്പൊ തോൽവി സമ്മതിച്ചു കൊടുക്കാനും മടിയാകും. അപ്പൊ ട്രൈ അഗൈൻ ഫയൽ അഗൈൻ പണ്ടാരം പറഞ്ഞിട്ടില്ലേ. അപ്പൊ തോൽവി നമ്മൾ സമ്മതിക്കില്ല. വണ്ടി പോകുന്നേരം ഇത് ട്രൈ ആക്കും. നെക്സ്റ്റ് അതായ വെള്ളം കണ്ട ആ വെള്ളത്തിലേക്ക് എത്താം. കാണാൻ ചെറുതായിരുന്നു, പക്ഷെ ആർക്കും കയറി പോകുന്നില്ല. ഏകദേശം അരമണിക്കൂർ റോഡൊക്കെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഋഷികേശിലോട്ട് യാത്ര തുടർന്നു. സൺസെറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ റെഡ് സ്കൈ നമുക്ക് കാണാൻ പറ്റി. ആ ഒരു റോഡിലെ വ്യൂ ഭയങ്കര രസമായിരുന്നു നമുക്ക്. ഋഷികേശിൻ്റെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ റൈവല. ജസ്റ്റ് ഋഷികേശ് ടൗണിൽ നിന്ന് ഒരു 13 കിലോമീറ്ററും തപവനിലാണെങ്കിൽ, അതായത് തപവനിലാണെങ്കിൽ നമുക്ക് സ്റ്റേസൊക്കെ കൂടുതലുള്ളത്, അതായത് ഹോം സ്റ്റേസ് കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 19 കിലോമീറ്റർ ഉണ്ട്. റൈവാലയിൽ നിന്ന് നമുക്ക് ഡൽഹിക്കൊക്കെ ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ മസൂരി എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ ഋഷികേശിൽ വരുന്നവരാണെങ്കിൽ നേരെ റൈവാലയിൽ നിന്ന് കയറിയാൽ മതി, ഡെറാഡൂണിൽ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷനോട്ടുള്ള റൂട്ട്. അതായത് റൈവാല ജംഗ്ഷനിൽ ജസ്റ്റ് ഒരു 300 മീറ്റർ കൂടെ നടക്കാനുണ്ട്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പിന്നെ ഋഷികേശിൽ ട്രെയിൻ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ബട്ട് എന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ ട്രെയിനൊന്നും സ്റ്റോപ്പില്ല. അതിന് ഏറ്റവും ട്രെയിൻ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ബ്രഹ്മത്താൽ ട്രക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ഋഷികേശിലെത്തി. ഋഷികേശിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത്
റായ്വാല ജംഗ്ഷനിലോട്ടാണ്. ഏകദേശം 13 കിലോമീറ്ററാണ് ഋഷികേശിനുള്ളത്. തപോവനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, കൂടുതൽ ട്രെയിൻ പോകുന്ന ഒരു സ്റ്റേഷൻ ഇതാണ്. പിന്നെ ഋഷികേശിൽ സ്റ്റേഷൻ ഉണ്ട്, ബട്ട് അവിടെ അധികം ട്രെയിനുകളില്ല. ഐ തിങ്ക് ഒരു ട്രെയിൻ എങ്ങാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ട്രെയിന് മസൂരി എക്സ്പ്രസ് ആണ്. ഡെറാഡൂണിൽ 9:20 എടുത്തിട്ട് ഏകദേശം 10:39 റായ്വാല എത്തുക. അത് മോർണിംഗ് 7:15 ഓൾഡ് ഡൽഹിയിലെത്തും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഉറങ്ങിയിട്ട് പോകാം, നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് പോകാം. റൂം എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നൈറ്റ് ഉറങ്ങിയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ കാരണം, ഈ ട്രെയിൻ ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്, ആകെ 3 ട്രാക്കുള്ളൂ ഇവിടെ. പ്ലാറ്റ്ഫോം 1ഉം പ്ലാറ്റ്ഫോം 2 ഉള്ളത്. അതിൽ സെൻട്രൽ ലൈനിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പിലെ ട്രെയിൻ സെൻട്രൽ ലൈനിലൂടെ ആയിരിക്കും പോവുക. ബാക്കി ട്രെയിനുകൾ എന്തായാലും ഇവിടെ ഇത് കൂടെ ആയിരിക്കും വരിക. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ മസൂരി എക്സ്പ്രസ് ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷനാട്ടോ നമുക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഋഷികേശിൽ നിന്നൊക്കെ അതാകുമ്പോൾ ഒരു സ്റ്റേ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. രാവിലെ ഇറങ്ങിയപ്പം തന്നെ നല്ല റഷ്, അത്യാവശ്യം തിരക്കുള്ള വലിയൊരു റെയിൽവേ ആണ് ഓൾഡ് ഡൽഹി റെയിൽവേ. ഏകദേശം 15-16 പ്ലാറ്റ്ഫോംസോടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലാനുകളൊന്നും ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. മെയിൻലി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് പ്ലാന്. വേറെ കാര്യമായിട്ട് പ്ലാനുകളൊന്നുമില്ല. യാത്ര ചെയ്യുന്ന ടൈമിൽ ഫുഡിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസൊക്കെ നമുക്ക് വരാറുണ്ട്. ഞാൻ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അതായത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ IRCTCൻ്റെ ഒരു ഫുഡ് കൗണ്ടർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫുഡ് കൗണ്ടർ വരുന്നത്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഏകദേശം ടീ വരുന്നത് 5, പിന്നെ ഡിപ് ടീ വിത്ത് ബാഗൊക്കെ വരുന്നത് 10, വെജ് കട്ട്ലേറ്റ്, ഇഡ്ഡലി വട ഒക്കെ 35, ബ്രെഡ് ഓംലെറ്റ് 45. ഒരു ഓക്കെ റേറ്റാണ്. സാധാരണ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റേറ്റ് കൂടാറുണ്ട്. ഞാനിപ്പോൾ വേറൊരു കൗണ്ടറിൽ കയറിയപ്പോൾ ഇതിലും പ്രൈസ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഫുഡ് കൗണ്ടറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. അത്യാവശ്യം സൗകര്യമുണ്ട്, അധികം തിരക്കൊന്നുമില്ല, ക്രൗഡ് കുറവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഓംലേറ്റും വടിയും ഇഡ്ഡലിയായിരുന്നു. അപ്പം വടി ഇഡ്ഡലിയും വലിയൊരു മെച്ചമല്ല, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കാര്യമൊന്നും കിട്ടില്ല. ബ്രെഡ് ഓംലേറ്റ് ഈസ് ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വയറ് നിറയാൻ ആണെന്നുണ്ടെങ്കിൽ ഈസ് ഓക്കെ. മനസ്സ് നിറയണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ നിങ്ങൾ പോകേണ്ടി വരും. ബ്രെഡ് ഓംലേറ്റൊക്കെ ഈസ് ഓക്കെ. മോർണിംഗ് ഒരു വയറ് നിറയെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വയറ് നിറയാൻ അതൊരു ഓക്കെയാണ്. ഫുഡ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏരിയ, അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും തോന്നും ചെയ്യും. ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഡൽഹിയൊക്കെ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ഭയങ്കര പ്രശ്നമായിരിക്കും. കോഫി ഓക്കെയാണ്, മെഷീൻ കോഫിയാണ്, അല്ലാത്ത കോഫിയൊന്നുമല്ല. അപ്പം യാത്ര ചെയ്യുന്ന ടൈമിൽ ഇങ്ങനത്തെ IRTCൻ്റെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടാവാം. ഞാനിപ്പം ഇവിടെയാണ് ഇത് കണ്ടിട്ടുള്ളത്, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ഈ വീഡിയോയിൽ പറയാം. എവിടെയൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം വരുന്ന 6ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ 1-ലോ 2-ലോ അല്ലെ 10-ലോ 15-ലൊക്കെ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് റൂം കാണാൻ പറ്റും. ഇതവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ക്ലോക്ക് റൂം. ക്ലോക്ക് റൂമിൻ്റെ റേറ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 30 രൂപ, വലിയ ബാഗാണെങ്കിൽ 60, 80 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ച് ഞങ്ങളൊന്ന് ഫ്രീ ആയി. പിന്നെ നേരെ ഷെയറോട്ട് പിടിച്ച് കുത്തബ്മിനാറോട്ട് പോകും. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആഫ്റ്റർനൂൺ പർച്ചേസിന് പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ. കുത്തബ്മിനാറിൽ അഡൽട്ടിന് 40 രൂപയാണ് ക്യാഷ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 35 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. ഫോറിനേഴ്സിന് റേറ്റ് കൂടുതലാട്ടോ. ഫോറിനേഴ്സിൻ്റെ ബോർഡിൽ 600-ഉം 550 റേറ്റ് വരുന്നത്. കുത്തബ്മിനാറിൽ സ്ഥിരം ആളുകൾ പോസ്റ്റ് ചെയ്യുന്നൊരു സ്പേസ് ആട്ടത്. ഒന്നല്ലേ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ ടോപ്പ് വരുന്ന രീതിയിൽ ഹൈലൈറ്റ് എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് വിമാനം പോകുന്നതിൻ്റെ ടോപ്പിലൂടെ കേട്ടോ. അത് ഒരു മെയിൻ ഹൈലൈറ്റാണ്. ഒരു വിമാനം വരുന്നുണ്ട്, കിട്ടുമോ നോക്കട്ടെ. യെസ്,
കുത്തബ് മിനാർ കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. കാഴ്ചകൾ കണ്ടാലോ. ഡൽഹി വന്നു കഴിഞ്ഞാൽ മലയാളീസിന് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ കോളേജ് ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം കണ്ടാൽ ഇപ്പം ഞങ്ങൾ പോയപ്പം അവിടുന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് മലയാളീസ് മാത്രമാണ് ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് വരാം. പക്ഷെ അത് രസമാട്ടോ, ആ കോസ്റ്റ്യൂം കാണാനും രസമാണ്. ഫുൾ മലയാളി ടീം അതിൻ്റെ അടുക്കത്തെ ഒരു വിമാനം കൂടി പോകുന്നു. തട്ടി വിമാനം തട്ടി. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1193 ഏകദേശം 73 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. കുത്തബ് മിനാർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരിടം കൂടിയാണ്. ഡൽഹിയിൽ ചെറിയ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങളിതാ നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സിൽ നാട്ടോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 9:40 ട്രെയിൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു ദുരന്തോ എക്സ്പ്രസ്. എറണാകുളം വരെയാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഈ യാത്ര ഏകദേശം അവസാനിക്കുന്നത് തിരിച്ചുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണല്ലോ. ഇപ്പോൾ നാട്ടിലെ ഫുഡൊക്കെ കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നാട്ടിൽ പോയിട്ട് നല്ലൊരു ഫുഡ് അടിക്കണം എന്നാണ് അടുത്ത ആഗ്രഹം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.